സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പേരും പ്രശസ്തിയും നേടി അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു കുടുംബമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റേത്. ഒരു പെൺകുട്ടിയുള്ള മാതാപിതാക്കൾ പോലും ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഇക്കാലത്ത് കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൂമ്പാറ്റകളെ പോലെ പാറി പറന്ന് നടന്ന് കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ട. എനിക്കും കുറേശ്ശെ ഇഷ്ടമാണ്. അഹാനയുടെ പ്രതികരണങ്ങളൊക്കെ വളരെ പക്വതയോടെ ആയിരുന്നു. എന്നാൽ ദിയ കൃഷ്ണയുടെ അപക്വമായ നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് പൊതുസമൂഹത്തിനിടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു. ആ ഒരു ഇമേജിനാണ് ഇപ്പോൾ ഇളക്കം സംഭവിച്ചിരിക്കുന്നത്. വളരെ മോശമായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുസമൂഹത്തോട് കടപ്പാടും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകണം. പൊതുജനങ്ങളുടെ പ്രതികരണത്തിന് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അവരാരും നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങളുടെ വീട്ടിലെത്തി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അഭിപ്രായവും കമന്റുകളും ഒന്നും പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചെറുതും വലുതുമായ കുടുംബ വിശേഷങ്ങൾ പൊതുമധ്യത്തിൽ പറയുമ്പോൾ പഞ്ചപുച്ഛമടക്കി കേട്ടിരിക്കണം, തിരിച്ചൊരു അഭിപ്രായവും പറയാൻ പാടില്ല എന്ന് ശഠിക്കുന്നത് ശരിയാണോ? എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. അഹാനയെ കുറിച്ച് വളരെ ഇഷ്ടത്തോടെയും മതിപ്പോടെയും വളരെ നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും കാര്യശേഷിയുമുള്ള ഒരു കുട്ടിയായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എന്റെ ധാരണ തെറ്റായിരുന്നോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇവിടുത്തെ സാറിന് ഈ നാട്ടിൽ എന്ത് മതിപ്പാണെന്ന് ഇന്നലെ രാത്രിയിലാണ് എനിക്ക് മനസ്സിലായത്. ഇന്നിപ്പോൾ അഹാന തന്റെ കുടുംബത്തിൽ നടക്കുന്ന ആശാസ്യമല്ലാത്ത ചില കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് വിളമ്പിയപ്പോൾ അയ്യേ, ഈ കുട്ടി എന്താണ് ഇങ്ങനെ എന്ന് തോന്നിപ്പോവുകയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അഹാനയുടെ ഇമേജിനെ തകർക്കാൻ കരുക്കൾ നീക്കിയത് അഹാന പാല് കൊടുത്ത് വളർത്തിയ ഒരു പാമ്പാണെന്നാണ് അഹാന തന്നെ പറയുന്നത്. അത് മറ്റാരുമല്ല, തന്റെ സ്വന്തം ചെറിയമ്മയുടെ മകളായ തൻവിയാണ്. സ്വാഭാവികം. അഹാന മുൻകൈയെടുത്ത് സഹായിച്ചു തുടങ്ങിയ തൻവിയുടെ ചാനലിന് റീച്ച് കൂട്ടാൻ, സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ അഹാനയെ തന്നെ ബലിയാടാക്കി. അമ്മുമ്മയുടെ പരാതികളും പരിഭവങ്ങളും നിറഞ്ഞ കഥകളുമായിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഇന്നത് ചീഞ്ഞു നാറിയ ദുർഗന്ധം വമിക്കുന്ന കുടുംബ കഥയിലേക്ക് വഴിമാറി. കുടുംബത്തിലെ പലരുടെയും സ്വകാര്യ ജീവിത കഥകൾ പൊതുവിടത്തിൽ ചർച്ചക്കായി ഇട്ടുകൊടുത്തു. ഇതിലിപ്പോൾ അമ്മൂമ്മ മാത്രമല്ല, അമ്മയും അപ്പച്ചിയും അപ്പുപ്പനും ചെറിയമ്മയും അവരുടെ മകളുമൊക്കെ കഥാപാത്രങ്ങളായി എത്തി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴോ ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കി ദുർഗന്ധം വമിക്കുന്ന ചില വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും പിൻവലിച്ചപ്പോൾ എല്ലാത്തിനും ഒരു പര്യവസാനം ഉണ്ടായി എന്ന് കരുതി. എന്നാൽ ഇത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുൻപുള്ള ശാന്തതയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. സമാധാനത്തോടെയും അതിലുപരി ആശ്വാസത്തോടെയും പഴയപടി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സിന്ധു കൃഷ്ണയുടെ ഭാഗത്തു നിന്നും അനവസരത്തിൽ ഒരു വെടിപൊട്ടിക്കുന്നത്. അമ്മ എന്റെ അച്ഛനോടും എന്നോടും അഹാനയോടും ചെയ്ത കൊടും ക്രൂരതയുടെയും ചെറ്റവർത്തമാനത്തിന്റെയും CCTV ഫുട്ടേജ് തെളിവ് സഹിതം എന്റെ കൈവശമുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അത്രത്തോളം ഗുരുതരമായ പ്രശ്നങ്ങൾ അതിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയും അതിൽ സിന്ധു കൃഷ്ണ നടത്തിയിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാത്തവരും കാണാത്തവരും ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു കൈയബദ്ധം നാറ്റുകരുത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വൈറലായിരിക്കുകയാണ്. 2 കൈയും കൂട്ടിയടിക്കാതെ ശബ്ദമുണ്ടാകില്ലല്ലോ. അമ്മയ്ക്ക് ലോകപരിചയവും വിവരവും ഒക്കെ കുറവാണ്. തന്നെയുമല്ല, അമ്മയുടെ ഇത്തരം ടോക്സിക്കായ സ്വഭാവം നിങ്ങൾക്കറിയാവുന്നതുമല്ലേ. അത് അവരുടെ വിവരക്കേടായി കണ്ട് അതിനെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ ഈ നാണക്കേടൊക്കെ ഒഴിവാക്കാമായിരുന്നില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് വയസ്സാങ്കാലത്ത് ഇത്തരം അമ്മമാരെ തിരുത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരമല്ലേ. എന്തൊക്കെ പ്രകോപനം നേരിട്ടാലും സിന്ധു തന്റെ നിലവാരം വിട്ട് സംസാരിക്കരുതായിരുന്നു, പ്രവർത്തിക്കരുതായിരുന്നു. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നാളെ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഒന്നായേക്കാം.
ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ പേരിനും പ്രശസ്തിക്കും കുടുംബത്തിനുമേറ്റ ഇമേജ് തകർച്ച ഒരിക്കലും പൂർണ്ണമായി തേഞ്ഞു മാഞ്ഞു പോകില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ.